ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പരോളിൽ പുറത്തിറങ്ങിയ പ്രകാശ് ഗിരീഷിൻ്റെ വീട്ടിലെത്തി എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. തനിക്ക് ഗുരുതരമായിട്ടുള്ള അസുഖമാണെന്നും ഇനി അധിക നാളൊന്നും ജീവിക്കില്ല എന്നും അതുകൊണ്ട് അവസാനമായിട്ട് എല്ലാവരെയും കാണാൻ വന്നതെന്നെല്ലാം പ്രകാശ് പറയുന്നു. അപ്പോൾ ഈ വാക്കുകൾ കേട്ടതും ഗിരീഷിനാണെങ്കിൽ ദേഷ്യം അടക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു നിരപരാധിയായ പെൺകുട്ടിയുടെ ജീവിതം കൊന്നതിന് ശേഷം ഇപ്പോൾ സഹതാപം പിടിച്ചു പറ്റാൻ വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഗിരീഷ് പ്രകാശിനെ അടിക്കുകയും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതേ സമയത്താണ് പ്രകാശം മറ്റൊരു കഥ ഉണ്ടാക്കി പറയുന്നത്. താൻ മീരയുടെ കാര്യത്തിൽ താൻ നിരപരാധിയാണെന്നും മറ്റൊരാളാണ് അത് ചെയ്തതെന്നും ഉള്ള മട്ടിൽ ഒരു പാവത്താനെ പോലെയൊക്കെ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നു. അപ്പോൾ രജനിക്കാണെങ്കിൽ ബാക്കിയുള്ളത് അറിയാനായിട്ട് വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രജനി ഇടപെട്ട് പ്രകാശിനെ പറയാനുള്ളത് പറയട്ടെ എന്നെല്ലാം പറയുന്നു. അതിനുശേഷം പ്രകാശൻ തൻ്റെ നുണക്കഥകൾ ഓരോന്നായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പ്രകാശിൻ്റെ സംസാരത്തിൽ സംശയമുണ്ടെങ്കിലും ഗിരീഷിൻ്റെ അമ്മയുടെ മനസ്സ് പതിയെ അലിഞ്ഞു തുടങ്ങുകയാണ്. ഒടുവിൽ പ്രകാശിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും സ്നേഹത്തോടെ ഭക്ഷണ വിളമ്പുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും പ്രകാശൻ എല്ലാവരുടെയും മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ട്. തനിക്ക് ആരോടും വൈരാഗ്യമില്ലെന്നും രജനി ഇന്നും തൻ്റെ ഏട്ടത്തിയാണെന്നും അതുകൊണ്ട് തന്നെ കുറ്റബോധമൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സഹതാപം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ സ്ത്രീകളെ വഞ്ചിക്കുകയും അവരുടെ വിശ്വാസം ദുരുപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രകാശൻ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ പ്രകാശിൻ്റെ ഓരോ വാക്കിനും പിന്നിൽ വലിയൊരു ഗൂഢലക്ഷ്യം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനിടയിൽ ചന്ദ്രോത്തെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ നന്ദനെ കാണാനില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം രജനി പറയുമ്പോൾ പ്രകാശൻ വലിയ ഞെട്ടലാണ് അഭിനയിക്കുന്നത്. MLAയുടെ ഭർത്താവിനെ കാണാതായിട്ട് പോലും അന്വേഷണം എവിടെയും എത്താത്തതിനെക്കുറിച്ച് പ്രകാശൻ ചോദ്യം ചെയ്യുന്നുണ്ട്. രജനിയാണെങ്കിൽ ദേവികയുടെ അന്വേഷണത്തെ വിമർശിക്കുകയും ഇതുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. പിന്നീട് നന്ദനെ കണ്ടെത്താൻ താനും സഹായിക്കാമെന്നൊക്കെ പ്രകാശ് ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഗിരീഷിനാണെങ്കിൽ ഇപ്പോഴും പ്രകാശിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വേഗം വീട്ടിൽ നിന്നും പോകണമെന്നെല്ലാം ഗിരീഷ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ രജനിയുടെയും ഗിരീഷിൻ്റെ അമ്മയുടെയൊക്കെ നിർബന്ധം കാരണം കുറച്ചു നേരം കൂടി അവിടെ തുടരാനായിട്ട് പ്രകാശിന് കഴിയുന്നുണ്ട്. മറുവശത്ത് ദേവികയുടെ മനസ്സിലാണെങ്കിൽ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. നന്ദനെ കാണാതായതോടെയാണ് നന്ദനെ എത്രമാത്രം താൻ സ്നേഹിച്ചിരുന്നു എന്ന് ദേവിക തിരിച്ചറിയുന്നത്. ശാരികയും അത് തന്നെ പറഞ്ഞ് ദേവികയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നന്ദേട്ടനെ ഇപ്പോൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നലാണ് ശാരികയ്ക്ക് ഉള്ളത്. ഇസബെല്ലയുടെ പേരിൽ നന്ദനുമായിട്ട് വഴക്കിട്ടത് തെറ്റായിപ്പോയി എന്നുള്ളൊരു കുറ്റബോധത്തിൽ ദേവികയും പൊട്ടിക്കരയാണ്. ഇതേസമയം പ്രകാശനും DVSPയും തമ്മിൽ എന്തെങ്കിലും രഹസ്യധാരണയുണ്ടോ എന്നുള്ളൊരു സംശയവും ശക്തമാവുന്നുണ്ട്. ഋഷിയെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്ന് ആരോ പണം വാഗ്ദാനം ചെയ്തതായിട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെയാണ് നടന്നിട്ടുണ്ടാവുക. ഏതായാലും ഋഷിയെയും നന്ദനെയും ലക്ഷ്യമിട്ട് ആരോ കളിക്കുന്ന വലിയൊരു ഗെയിം തന്നെയാണ് ഇതിനിടയിൽ നടക്കുന്നത്. അതിനിടയെ രജനി ഗർഭിണിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രകാശിൻ്റെ സാന്നിധ്യം കൂടുതൽ അപകടകരമാകുമോ എന്നുള്ളൊരു ആശങ്കയും ഉയരുന്നുണ്ട്. ചന്ദ്രോത്ത് വീട്ടുകാരോടുള്ള പഴയ വൈരാഗ്യം തീർക്കാനായിട്ട് പ്രകാശ് എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. പിന്നീട് നന്ദൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഭയന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞ് ദേവിക പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും ദേവികയ്ക്കും പ്രഭാവതിയുടെ വാക്കുകൾ കേട്ട് വല്ലാതെ തന്നെ ഭയം വർദ്ധിക്കുകയാണ് ഓരോ നിമിഷം കഴിയും തോറും. ഇതേസമയം അരുന്ധതിയാണെങ്കിലും ഋഷി എവിടെയാണെന്നറിയാതെ മനസ്സുലഞ്ഞ് കഴിയാണ്. ഇപ്പോൾ ആരെങ്കിലും ഋഷിയെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അവരുടെ ഇടയിൽ നിന്നും ഒരു കോള്, എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ച ഒരു കോള് വരേണ്ടതാണ്. അപ്പോൾ എന്ത് ദുരൂഹതയാണ് ഋഷിക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നറിയാതെ വല്ലാതെ തന്നെ വിഷമിക്കുകയാണ് അരുന്ധതി. തുടർന്ന് അരുന്ധതി രണ്ടും കൽപ്പിച്ച് മിനിസ്റ്ററെ കോണ്ടാക്ട് ചെയ്ത് ഋഷിയെ കാണാനില്ല എന്നുള്ള വിവരം അറിയിക്കുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം സഹായിക്കാമെന്ന് തന്നെ മിനിസ്റ്റർ അരുന്ധതിക്ക് ഉറപ്പ് നൽകുന്നു. എന്തായാലും ഗിരീഷിൻ്റെ പിന്നിൽ പ്രകാശിൻ്റെ മുന്നിൽ മറിഞ്ഞിരിക്കുന്നത് ആരായാലും അയാൾക്ക് ഒരുപാട് ദിവസമൊന്നും മറിഞ്ഞിരിക്കാനായിട്ട് കഴിയില്ല. കാരണം ഇനിയിപ്പോൾ അരുന്ധതി കൂടി രംഗത്തിറങ്ങിയതോടുകൂടി തന്നെ ആ വ്യക്തിക്ക് പുറത്തിറങ്ങിയേ മതിയാവൂ. കാരണം അരുന്ധതി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് പിടിപാടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കേസന്വേഷണം ഇനി എന്തായാലും ഊർജിതമായിട്ട് തന്നെ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇനി മറിഞ്ഞിരിക്കാൻ കഴിയില്ല. എല്ലാ രഹസ്യങ്ങളും ഉടനെ തന്നെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്